ആലപ്പുഴ എടത്വയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട സ്കൂൾ കെട്ടിടം പരിശോധിക്കാതെ അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന ആരോപണം. സ്കൂളിന് മുൻപിൽ രക്ഷിതാവിന്റെയും മക്കളുടെയും കുത്തിരിപ്പ് സമരം. ഞങ്ങളുടെ ജീവന് വിലയില്ലേ അധികാരികളെ എന്ന ബോർഡുമായാണ് കുട്ടികൾ സമരത്തിൽ പങ്കെടുത്തത്. കോഴിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ നിലംപൊത്താറായ ഓടുമേഞ്ഞ കെട്ടിടത്തിനെതിരെയാണ് രക്ഷിതാവിന്റെയും മക്കളുടെയും പ്രതിഷേധ സമരം. കാലപ്പഴക്കത്താൽ ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണിരുന്നു. അധികാരികൾ യാതൊരുവിധ പരിശോധനയും നടത്താതെയാണ് അധ്യയന വർഷം ആരംഭത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് രക്ഷിതാവും സ്കൂൾ PTA വൈസ് പ്രസിഡന്റുമായ കോഴിമുക്ക് സ്വദേശി റെജിമോൻ പറയുന്നു. കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ കുട്ടനാട് പോലുള്ളൊരു മേഖലയിൽ നിൽക്കുമ്പോഴത്തേനും ഇതിന്റെ താഴത്തെ പട്ടിക ദ്രവിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് സീലിംഗ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതുപോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണയായിട്ട് എടത്വ പഞ്ചായത്തിനും അതുപോലെ തന്നെ ടീച്ചർ വിദ്യാഭ്യാസ വകുപ്പിനും പലർക്കും, ഞാൻ ഇതിന്റെ PTA വൈസ് പ്രസിഡന്റ് കൂടിയാണ്, പലർക്കും ഇതിന്റെ പരാതി കൊടുത്തിട്ടും അതിനകത്തുള്ളൊരു അനക്കമില്ല. ജൂണിൽ സ്കൂൾ തുറക്കുന്നുണ്ടെങ്കിൽ തൊട്ട് തലേ ദിവസം ഇവിടെ വന്ന് ടീച്ചറിന് ഫിറ്റ്നസ് എഴുതി, അത് സ്കൂൾ നോക്കാതെ പരിശോധിക്കാതെ ഫിറ്റ്നസ് എഴുതി കൊടുത്തിട്ട് പോയേക്കുന്നതാണ് ഇവിടുത്തെ പരിശോധന. 2 വർഷം കൂടുമ്പോൾ ഓടിട്ട കെട്ടിടത്തിന്റെ ഓട് പൊളിച്ച് മാറ്റിയിടുന്നത് പതിവാണ്. എന്നാൽ ഈ സ്കൂളിന്റെ ഓട് 11 വർഷം മുൻപാണ് മാറ്റിയതെന്ന് റെജിമോൻ പറഞ്ഞു. 2022-ൽ 60 ലക്ഷം രൂപ മുടക്കി 2 മുറിയുള്ള കെട്ടിടം പണിതെങ്കിലും ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. 2 ക്ലാസ് റൂം തുടങ്ങാനാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പോൾ ഇതിലൊരെണ്ണം ഓഫീസ് ആവശ്യത്തിനായി മാറ്റുകയും അടുത്ത മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുമാണ് നീക്കം നടക്കുന്നതെന്നും റെജിമോൻ പറഞ്ഞു. മുട്ടോളം വെള്ളത്തിൽ നീന്തി വേണം കുട്ടികൾ സ്കൂളിലെത്താൻ. സ്കൂൾ റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് പഞ്ചായത്ത് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഭരണസമിതിയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ റോഡ് നിർമ്മാണത്തിൽ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. അതേസമയം രക്ഷിതാവിന്റെയും കുട്ടികളുടെയും കുത്തിയിരിപ്പ് സമരത്തിന്റെ വാർത്തയെടുക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. AEOയുടെ നിർദ്ദേശമുണ്ടെന്നും അതിനാൽ മാധ്യമങ്ങളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രധാനാധ്യാപിക അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.